എല്ലാവർക്കും നാടൻ ഹോബിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സുനിത വിനോദ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് കേക്ക് വിത്ത് ചോക്ലേറ്റ് ഐസിംഗ് ആണ്. ഈ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഗോതമ്പ് മാവാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു ഹെൽത്തി കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ സ്ട്രെയിനറിൽ അരിച്ചെടുക്കാം. ഗോതമ്പ് മാവ് 1.5 കപ്പ്, ബ്രൗൺ ഷുഗർ 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, കോഫി പൗഡർ 1 ടീസ്പൂൺ, കൊക്കോ പൗഡർ 1/4 കപ്പ്, ഉപ്പ് 1 പിഞ്ച്. എന്നിട്ട് എല്ലാം കൂടെ സ്ട്രെയിനറിൽ അരിച്ചെടുക്കണം. നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. പഞ്ചസാര ഇതിൻ്റെ കൂടെ അരിക്കണമെന്നില്ല, ഞാൻ ഒരുമിച്ചങ്ങ് അരിച്ചെന്നേ ഉള്ളൂ. നന്നായി മിക്സ് ചെയ്യാം. അര കപ്പ് യോഗർട്ട് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി കേക്ക് ബേക്ക് ചെയ്യണം. സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യണം. 30 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം. 1 ടീസ്പൂൺ വിനിഗർ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. 30 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. പാഷ്മെന്റ് പേപ്പർ വെച്ച പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിക്കാം. ഓവനിലേക്ക് വയ്ക്കാം. ഇനി ചോക്ലേറ്റ് ഐസിംഗ് ഉണ്ടാക്കണം. അതിനായിട്ട് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും ചേർക്കാം. ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓവനിലാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ 30 സെക്കൻഡ്സ് വെച്ച് മെൽറ്റ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡബിൾ ബോയിലിംഗ് ഉപയോഗിക്കുന്ന പാത്രം മുകളിലത്തെ പാത്രം വലുതും താഴത്തെ പാത്രം ചെറുതുമായിരിക്കണം. അടിയിലത്തെ പാത്രത്തിൽ കുറച്ച് വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ. അത് ബോയിലായതിനു ശേഷം മാത്രം മുകളിലത്തെ പാത്രം വെച്ചാൽ മതി. മുകളിലത്തെ പാത്രം എപ്പോഴും ഗ്ലാസ് ബൗളായിരിക്കുന്നതാണ് നല്ലത്. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ചോക്ലേറ്റ് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി തണുക്കാനായി മാറ്റി വയ്ക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് ചോക്ലേറ്റ് ഐസിംഗ് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു പ്ലേറ്റിൻ്റെ പുറത്ത് കേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് സ്പാച്ചിലയോ സ്പൂണോ വെച്ച് കവർ ചെയ്തെടുത്താൽ മതി. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ ചിപ്സ് ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചെറിയ ചിപ്സ് ആണ്. ഡെക്കറേഷൻ നന്നായിട്ടില്ലേ? ഇതേപോലെ എല്ലാവർക്കും ഡെക്കറേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക് യു.